ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റി ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഏതൊരു പേഷ്യന്റും വളരെ ഹാപ്പി ആയിരിക്കും, ബ്ലോക്ക് മാറിക്കഴിഞ്ഞല്ലോ. പക്ഷേ നമ്മളെല്ലാവരും ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം കരുതിയിരിക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ പലപ്പോഴും ഉണ്ടാവാറില്ല. ഈ ഒരു കോംപ്ലിക്കേഷൻ ശരീരത്തിന്റെ റിപ്പയറുമായി ബന്ധപ്പെട്ടതാണ്, അതുപോലെ തന്നെ നീർക്കെട്ടുമായി ബന്ധപ്പെട്ടതാണ്, മരുന്നുകളുമായി ബന്ധപ്പെട്ടതാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഓരോ വ്യക്തിയും ഇതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞേ മതിയാവും. ഒരു കാർഡിയോളജിസ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലംബർ പൈപ്പ് റിപ്പയർ ചെയ്യുന്ന പോലെയാണ്. റിപ്പയറിംഗ് അവിടെ നടന്നിട്ടുണ്ടാവും, പക്ഷേ റിപ്പയർ നടന്ന രക്തധമനികളിൽ, ആ കോശങ്ങളിൽ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടുണ്ടാവും ഈ കോംപ്ലിക്കേഷൻ. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്രിമമായി അവിടെ ഒരു മുറിവുണ്ടാക്കുന്നുണ്ട്. രക്തധമനികളിൽ ബലൂൺ കൊണ്ടും സ്റ്റെന്റ് കൊണ്ടും മുറിവുകൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നീർക്കെട്ട് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉള്ളത് കൊണ്ട് അതിലൂടെ ഒഴുകുന്ന രക്തം അവിടെ അടിഞ്ഞുകൂടി കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ രക്തം കട്ട പിടിക്കുകയാണെങ്കിൽ ഉടനടി പുതിയൊരു അറ്റാക്ക് സംഭവിക്കുകയാണ്. ചിലപ്പോൾ ആൾ കുഴഞ്ഞു വീണ് മരിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ഇന്ന് ഞാൻ പറയുന്ന കോംപ്ലിക്കേഷൻ, സ്റ്റെന്റ് ത്രോംബോസിസ്. സ്റ്റെന്റ് ത്രോംബോസിസ് ഏതൊരു കാർഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന ഒരു ദുസ്വപ്നമാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ തുടക്കത്തിലുള്ള ആഴ്ചകളിൽ സ്റ്റെന്റ് ത്രോംബോസിസിനുള്ള റിസ്ക് ഒരുപാട് കൂടുതലാണ്. പല വ്യക്തികളിലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ CRP എന്ന് പറയുന്ന നീർക്കെട്ടിന്റെ അളവ് കൂടുതലായിട്ട് കാണാറ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ രക്തധമനികളിൽ സ്റ്റെന്റ് ത്രോംബോസിസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി ഇത് തടയാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം? ഇത് തടയാനായിട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്നതാണ് ഡുവൽ ആന്റിപ്ലേറ്റ്ലെറ്റ് തെറാപ്പി. എന്ന് വെച്ചാൽ രക്തം കട്ടി കുറക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള 2 തരം മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുക. ഈ മരുന്നുകൾ സാധാരണഗതിയിൽ സ്റ്റെന്റ് ത്രോംബോസിസിനെ വളരെ ഫലപ്രദമായിട്ട് തടയാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ ഇത് കാരണം ബ്ലീഡിംഗ് റിസ്ക് കൂടുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെന്റിങ്ങും കഴിഞ്ഞ എല്ലാ രോഗികളും സ്റ്റെന്റ് ത്രോംബോസിസ് തടയാനുള്ള ഡുവൽ ആന്റിപ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ നിർബന്ധമായും ഒരു ദിവസം പോലും മുടങ്ങാതെ മറക്കാതെ കഴിച്ചേ മതിയാവും.